ആ ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഹിന്ദുരാഷ്ട്രവും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് BJP. എന്താ KK രാഗേഷ് വെറുതെ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു, എങ്ങനെയാ ഉദ്ഘാടനം ചെയ്തത്? പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുവിന്റെ രീതിയിൽ ഇന്ത്യയുടെ സംസ്കാരം പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഓർമ്മയില്ലേ എങ്ങനെയാ ഉദ്ഘാടനം ചെയ്തത്? രാജഭരണകാലത്ത് രാജാവിന്റെ ദർബാർ ഹാള് എങ്ങനെയാണോ തുടക്കം കുറിക്കുന്നത് അതുപോലെയാണ് ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത്. എന്താ ദർബാർ ഹാൾ ഉദ്ഘാടനം ചെയ്യുമ്പോ എങ്ങനെയാ സംഭവിക്കുക? പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുമ്പോ രണ്ട് വിഭാഗത്തിനെ ആ ചടങ്ങില് ക്ഷണമുണ്ടാവും. ആരൊക്കെയാണെന്നറിയാം? ഒന്ന് രാജാവിനും മറ്റേത് പുരോഹിതനും. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ പുരോഹിതൻ. വേറെ ആർക്കും പ്രവേശനമില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാരാ? ആരാ പാർലമെന്റിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആള്? പ്രധാനമന്ത്രിയല്ല. പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിന്റെ പേരാണ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാഷ്ട്രപതിയെ വിളിച്ചോ? രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പകരം രാജ്നാഥ് സിംഗോ അല്ലെങ്കിൽ അദ്വാനിയോ ആയിരുന്നെങ്കിൽ ആ രാഷ്ട്രപതി ആ ചടങ്ങിൽ പങ്കെടുക്കൂലെ? വിളിച്ചില്ലല്ലോ. വിളിക്കാതിരുന്നത് അവിടെ ആരാ പോയ? രണ്ട് വിഭാഗം. ഒന്ന് ചെങ്കോലുമായിട്ട് രാജാവിന്റെ സ്ഥാനത്ത് സാക്ഷാൽ നരേന്ദ്രമോദി. ഇതെല്ലാം ഒരു വെറുതെ ഉണ്ടാവുന്നതല്ല. രണ്ടാമത്തെ ആരാ? രണ്ടാമത്തത് ഈ മന്ത്രോച്ചാരണത്തോടുകൂടി കുറെ ബ്രാഹ്മണ പുരോഹിതന്മാർ എന്നിട്ട് പറഞ്ഞു ഞങ്ങള് ഹിന്ദുവിന്റെ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഒരു പൂജയില്ലേ? ആ മുത്തപ്പന്റെ പൂജ എന്താ അവിടെ നടത്തിക്കൂടെ? നല്ല ഉണക്കലം വെച്ചുള്ള പൂജ. എന്താ കുഴപ്പം? പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്താ പറ്റൂലേ? നമ്മുടെ തെരുവുകളിലൊക്കെ ഒരു പ്രത്യേക പൂജയുണ്ട്. ആ പൂജ എന്താ പറ്റൂലേ? പട്ടികവർഗ കോളനികളിൽ, പട്ടികവർഗ ഉന്നതികളിൽ അവിടെയുണ്ട് പ്രത്യേക പൂജ. ആ പൂജ എന്താ പറ്റൂലേ? നിനക്ക് വോട്ട് വേണ്ടുന്ന സമയത്ത് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണമെന്നേ. മറ്റെല്ലാ സമയത്തും നിന്റെ മനസ്സിലുള്ളത് ചാതുർവർണ്ണയം. ആ ചാതുർവർണ്ണയത്തിന്റെ വ്യവസ്ഥയാണ് RSS മുന്നോട്ട് വെക്കുന്ന ഹിന്ദു രാഷ്ട്രം. അല്ലാതെ എല്ലാ ഹിന്ദുവിന്റെ രാഷ്ട്രമല്ല. അത് സമ്പന്ന സവർണ ഹിന്ദു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അത് ഹിന്ദു അല്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു അല്ല. ഹിന്ദുത്വം രണ്ട സമ്പന്ന സവർണ പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഹിന്ദു രാഷ്ട്ര RSS ഹിന്ദു രാഷ്ട്രം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചിലരങ്ങൾ ചിന്തിക്കുന്നുണ്ട് മക്കളെ കൃഷ്ണനാക്കാൻ വേണ്ടി പോകുന്നു. കൃഷ്ണനാക്കാൻ വേണ്ടിയല്ല. ഈ കേരളം തിരസ്കരിച്ച ഭ്രാന്താലയമെന്ന് വിവേകാനന്ദർ വിശേഷിപ്പിച്ച ചാതുർവർണ്ണത്തിന്റെ വൃത്തികേടുകൾ ഉണ്ടായിരുന്ന ഈ കേരളം എന്തിനെയാണോ തിരസ്കരിച്ചത് അതാണ് ഇന്ന് BJPക്ക് സ്വാധീനമുള്ള എല്ലായിടത്തും കാണുന്നത്. നിങ്ങൾ നോക്കിയപ്പോ ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. RSSന് നല്ല സ്വാധീനമുള്ള കേന്ദ്രമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ എല്ലാ ദിവസവും ജാതി പഞ്ചായത്തുകളുടെ വാർത്തകൾ കേൾക്കുക. ജാതി പഞ്ചായത്ത്. എന്താ ജാതി പഞ്ചായത്ത്? ജാതി പഞ്ചായത്ത് ചേർന്ന് ഓരോ ശിക്ഷ വിധിക്കുകയാണ്. ഒരു ദിവസം വിധിച്ച ശിക്ഷ എന്താണെന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാള് പൊതുകിണറിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അയാൾക്ക് 7000 രൂപ പിഴ, 36 ചാട്ടവാറടി. നിങ്ങൾ കണ്ടില്ലേ വീഡിയോ? ഇതാണ് RSSന്റെ സ്വാധീന കേന്ദ്രങ്ങൾ. ചാതുർവർണ്ണ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കുന്ന സാധനമാണ് RSS. വോട്ട് കിട്ടാൻ വേണ്ടി പറയും നായാടി മുതൽ നമ്പൂരി വരെ യോജിക്കണം. സ്വാധീനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജാതി പഞ്ചായത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇവന്റെ പ്രത്യയശാസ്ത്ര ഹിന്ദുവിനെതിരാണ്. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെതിരാണ് ഇവന്റെ പ്രത്യയശാസ്ത്രം. സവർക്കറുടെ ഗോപാൽക്കറുടെ മനസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. നാടിനെ അടുപ്പിക്കരുത്, പുരസ്കരിക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഉപയോഗിക്കും. രാമനെ ഉപയോഗിക്കും, കൃഷ്ണനെ ഉപയോഗിക്കും. RSSന്റെ ഓഫീസിന്റെ മുമ്പിൽ ശ്രീരാമന്റെ ഫോട്ടോ വെച്ച് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും RSSന്റെ ആദ്യത്തെ സർസന്റെ ചാലകനാണ് ശ്രീരാമൻ. ഇവിടെ ശ്രീരാമനും RSSും തമ്മിൽ വല്ല ബന്ധമുണ്ട്. ഞങ്ങൾ ഓഫീസിന്റെ മുമ്പിൽ മാർസിന്റെയും ലെനിന്റെയും മാവോയുടെയും എംഗൽസിന്റെയും ഒക്കെ ഫോട്ടോ ആണ് വെക്കുക. EMSന്റെയും AKGന്റെയും ഒക്കെ ഫോട്ടോ വെക്കുക. ഞങ്ങളുടെ നേതാക്കന്മാരാണ്, അവരുടെ ഫോട്ടോ വെക്കുക. എന്താ RSS ഗോൾവാൾക്കറാണ് ഫോട്ടോ വെക്കാതെ? നീ വെക്കേണ്ട ഗോൾവാൾക്കറാണ് ഫോട്ടോ അല്ലേ? നീ വെക്കേണ്ടത് ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും ഫോട്ടോ അല്ലേ?
അങ്ങനെ ഫോട്ടോ വെക്കുന്നതിന് പകരം ശ്രീരാമന്റെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെക്കാൻ എന്താ ശ്രീരാമനും ശ്രീകൃഷ്ണനും RSSന്റെ സർസംഘ ചാലകനാണ്. താരാദരം ഉപയോഗിക്കുകയാണ്. രാമന്റെയും കൃഷ്ണന്റെയും പേര് പറയും. ആ പേര് പറഞ്ഞിട്ട് ആളെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ്, വിശ്വാസികളെ കൂടെ കൂട്ടാൻ വേണ്ടിയുള്ള നമ്പറാണ്. എന്തിനാ മഹാത്മാഗാന്ധി കൊന്നത്? ഗാന്ധിജിക്ക് വിശ്വാസമില്ല. ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും നല്ല രാമഭക്തനായിരുന്നു മഹാത്മാഗാന്ധി. എന്താ ഗാന്ധിജിയുടെ പ്രത്യേകത? എപ്പോഴും തൊണ്ടിലും രാമമന്ത്രമാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് എല്ലാറ്റിനും ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ നിരവധി ജന്മങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ജന്മങ്ങൾ അല്ലേ? അതല്ലേ വിശ്വാസം. നായയായി, പൂച്ചയായി, പക്ഷിയായി വ്യത്യസ്ത ജന്മങ്ങൾ ഒരുപാട് ജന്മം എടുത്തു. ആ ജന്മം എടുത്തിട്ട് അവസാനം ഏറ്റവും ശ്രേഷ്ഠമായ ജന്മത്തിലെത്തി. ആ ജന്മമാണ് മനുഷ്യജന്മം. ആ മനുഷ്യ ജന്മത്തില് നിങ്ങൾക്ക് പരമപദം പ്രാപിക്കണമെങ്കിൽ, പരമാത്മാവിലേക്ക് പോകണമെങ്കിൽ ഈ ജന്മങ്ങൾ എടുക്കുക എന്ന് പറയുന്ന ഈ കഷ്ടപ്പാട് അവസാനിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകണമെങ്കിൽ ഹൈന്ദവ ദർശനം ചില വഴികൾ പറയുന്നുണ്ട്. ആ വഴികളിൽ ഒരു വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുക. 33 കോടി ദൈവങ്ങൾ. 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് കോടിയല്ല, 33 ഗണത്തിൽപ്പെട്ട ദൈവങ്ങൾ എന്ന അർത്ഥത്തിലാണ്. 33 കോടി ദൈവങ്ങൾ, കുറേ ദൈവങ്ങൾ. ആ ദൈവങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുക. അഥവാ നിങ്ങൾക്ക് ദൈവത്തിൽ ആരാധിക്കണ്ട, ദൈവത്തെ ആരാധിക്കുന്നതിൽ വേണ്ട, കുഴപ്പമില്ല. നിങ്ങൾ ധാർമ്മിക പ്രവൃത്തി ദൈവത്തിന് നിരക്കുന്നത് ചെയ്യുക. ഒരു ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിലെത്താൻ നിങ്ങൾക്ക് പരമപദം പ്രാപിക്കാം. അതാണ് ഹൈന്ദവ ദർശനം. ഇന്ന ഭക്തി, ഇന്ന വിശ്വാസമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളത് വിശ്വസിക്കുക. എല്ലാം നിങ്ങൾക്ക് വിശ്വാസമില്ല, ദൈവത്തിന് നിരക്കുന്ന ചെയ്താൽ മതി, ധാർമ്മിക പ്രവൃത്തി ചെയ്താൽ മതി. നിങ്ങൾ വേണ്ടാതീനം ചെയ്യരുത്, കൊടിമരം പിടിക്കാൻ പോകരുത്, ഇരുട്ടിന്റെ മറവിൽ. അത്രയേ ഉള്ളൂ. അന്യമത വിദ്വേഷം, മനുഷ്യനെ കൊല്ലുന്ന പണിയെടുക്കരുത്. ഇവൻ മറ്റു മതക്കാരും എന്റെ ശത്രുവാണെന്ന് പറഞ്ഞവരെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുന്നത്. നിങ്ങൾ ധാർമ്മിക പ്രവൃത്തി ചെയ്യുക, നിങ്ങൾക്ക് ദൈവത്തിലെത്താം. അതല്ലേ ഹൈന്ദവ കാഴ്ചപ്പാട്? അതല്ലേ വസുദൈവ കുടുംബകം? എന്താ വസുദൈവ കുടുംബം എന്ന് പറഞ്ഞാൽ? ഇവിടെ കൊടിമരം പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള RSS അറിയോ? വസുദൈവ കുടുംബം എന്ന് പറഞ്ഞാൽ ലോകമേ തറവാട്. ശബരിമല നമ്മളെപ്പോഴും TV-യിൽ കാണുന്നില്ല. എന്താ ശബരിമലയുടെ മുമ്പിൽ എഴുതി വെച്ചത്? തത്വമസി എന്നാണ്. എന്താ തത്വമസി എന്ന് പറയുന്നത്? അർത്ഥം അഹം ബ്രഹ്മാസ്മി തത്വമസി. തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാകുന്നു, നീയും അത് തന്നെ. ഞാനും നിങ്ങളും ചരാചരങ്ങളെല്ലാം ബ്രഹ്മത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് തത്വമസി. ലോകമേ തറവാട്. അതാണ് ഹൈന്ദവ ദർശനം. അതാണ് ഹൈന്ദവ ദർശനം. അതുകൊണ്ട് ധാർമ്മിക പ്രവൃത്തി നോക്ക്. ആ ധാർമ്മിക പ്രവൃത്തി, ആ ഹൈന്ദവ ദർശനവും RSS തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധി അതിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി തന്റെ മുന്നിൽ ആര് വന്നാലും മഹാത്മാഗാന്ധി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അംശമാണ് മുന്നിൽ വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ആര് വന്നാലും ഉടനെ തന്നെ എഴുന്നേറ്റ് കൈകൂപ്പിട്ട് പറയും ഹേ റാം. കാരണം ഗാന്ധിജി വിശ്വസിക്കുന്ന മുന്നിൽ വന്നത് രാമന്റെ അംശമാണ്. അതുകൊണ്ട് കൈകൂപ്പിട്ട് പറയും ഹേ റാം. അതാ ഗാന്ധിജി ചുണ്ടിലെപ്പോഴും രാമമന്ത്രം. ആ മഹാത്മാഗാന്ധി ലോകം കണ്ട എത്ര ശ്രേഷ്ഠനായ രാമഭക്തനായ മഹാത്മാഗാന്ധിയെ RSS എന്തിനാ കൊന്നത്? ഗാന്ധിജിക്ക് രാമഭക്തിയിലായിട്ടാ? ഒറ്റക്കാരിയുള്ളൂ. മഹാത്മാഗാന്ധിയെ കൊല്ലാൻ വേണ്ടി രാമഭക്തി ഇല്ലാത്തതുകൊണ്ടല്ല, വിശ്വാസിയല്ലാത്തതുകൊണ്ടല്ല ഗാന്ധിജിയെ കൊന്നത്. മഹാത്മാഗാന്ധി ഏറ്റവും നല്ല രാമഭക്തനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭഗവത്ഗീത വായിക്കുന്നതിന് കൂടെ ബൈബിളും ഖുർആനും വായിക്കണമായിരുന്നു. അതാ മഹാത്മാഗാന്ധി. അദ്ദേഹം രാമനും റഹീമും ജോസഫും ഏകോദര സഹോദരങ്ങളാണെന്ന് വിശ്വസിച്ചു. ഇന്ത്യയിലെ രാമരാമാന്തരങ്ങളോടും അദ്ദേഹം പാടി പറഞ്ഞു ഈശ്വരനും അല്ലാഹുവും നിന്റെ നാമമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ രാമഭക്തൻ. പക്ഷെ പറഞ്ഞു ഈശ്വരനും അല്ലാഹുവും നിന്റെ നാമമാണ്. അങ്ങനെ പറഞ്ഞതല്ലേ നിങ്ങൾ മഹാത്മാഗാന്ധിയെ കൊന്നു? മഹാത്മാഗാന്ധിയെ കൊല്ലാൻ വേണ്ടി നാത്തുറാം വിനായക് ഗോഡ്സെ പോയവരെ ലോറി കോളിൻസും ഡൊമിനിക് ലാപ്പേറും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്, സ്വാതന്ത്ര്യ മർദ്ദരാത്രിയിൽ. ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് കടല് കുറിച്ചുകൊണ്ടാണ് ഗാന്ധിജിനെ കൊല്ലാൻ വേണ്ടി പോയത്. കൂളായിട്ട് മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരു മനുഷ്യനെ ഗാന്ധിജിയുടെ മുന്നിലെത്തിയ ഗാന്ധിജിയുടെ മുന്നിൽ നിന്ന് തുടങ്ങി
വണങ്ങി വരുന്ന ഗോഡ്സെയുടെ കയ്യില് തോക്കുണ്ടായിരുന്നു. ആ തോക്കെടുത്ത് ഗാന്ധിജിയുടെ നെഞ്ചിനു നേരെ വെടിയുണ്ടാകുന്നതിന് മുമ്പ് ഗോഡ്സെയുടെ ചുണ്ടിൽ നിന്ന് 2 വാക്കുകൾ പുറത്തു വന്നു. അത് ജയ് ശ്രീരാമനായിരുന്നു. ആ വെടിയുണ്ടേറ്റ് പടഞ്ഞ് വീട് മരിക്കുന്നതിന് മുമ്പേ മഹാത്മാഗാന്ധിയുടെ ചുണ്ടിൽ നിന്നും 2 വാക്കുകൾ പുറത്തു വന്നു. അതും ഹേ രാമെന്നായിരുന്നു. മഹാത്മാഗാന്ധി വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പേ നാഥുറാം വിനായക് ഗോഡ്സെ അലറി വിളിച്ച ജയ് ശ്രീരാം എന്ന് പറയുന്ന രാമനുണ്ടല്ലോ, ആ രാമനാണ് RSSന്റെ രാമൻ. ആ വെടിയുണ്ടേറ്റ് പടഞ്ഞ് വീട് മരിക്കുന്നതിന് മുമ്പേ വേദനയോടെ ദൈന്യതയോടെ മഹാത്മാഗാന്ധി വിളിച്ച രാമനുണ്ടല്ലോ, ആ രാമനാണ് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികൾ സന്ധ്യാവേളകളിൽ വിളിക്കുന്ന രാമ രാമ. രണ്ടാണ്. RSSന്റെ രാമനും വിശ്വാസിയുടെ രാമന് രണ്ടാണ്. പക്ഷെ രാമനെ ഉപയോഗിക്കും, കൃഷ്ണനെ ഉപയോഗിക്കും. എന്നിട്ട് അത് സംഹാര താണ്ഡവത്തിന്റെ ചിഹ്നമായിട്ട് ഇവരെയൊക്കെ അവതരിപ്പിക്കും. കുറി എന്ന് പറഞ്ഞാൽ കുറിക്കൊള്ളുന്ന ചിഹ്നമാണെന്ന് RSSന് അറിയാം. രാഗിച്ചരട് ഏറ്റവും നല്ല ചിഹ്നമാണെന്ന് RSSന് അറിയാം. ആ ചിഹ്നവുമായിട്ട് ഈ നാട്ടിൽ വന്നാൽ അതിന്റെ പിന്നിലുള്ള കാപട്യം തിരിച്ചറിയുന്നവരാണ് ഈ കണ്ണപുറത്തെ ജനങ്ങൾ, ഈ കേരളത്തിന്റെ മനസ്സ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് ഇമാതിരി ഉമ്മാക്കിയായിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട. ഈ പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ സംഘടനാപരമായി രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും പ്രതിരോധിക്കാൻ വേണ്ടി കേൾപ്പുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ ശരിപ്പെടുത്തി കളയാം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതൊന്നും ഈ കേരളത്തിൽ വിലപ്പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരങ്ങളെയും പാർട്ടിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന അഭിവാദ്യം. ഇതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിച്ചേക്കാം.